അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ടൂർ പോയ വീഡിയോസ് കണ്ടു വരികയാണ്. ഇതൊരിക്കലും തീരുന്നില്ല. എല്ലാവരും ആഗ്രഹം പോലെ തന്നെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി തന്നെ എപ്പച്ചി ടേബിളിലെത്തി. വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ നിന്ന് നമുക്കുള്ളത് ദോശ ഉണ്ട്, ചട്നി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഇഡലി ഉണ്ട്, മുട്ട ഉണ്ട്, ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്. ഇതിനും ഇഡലിയാ. ആ വ്ളോഗ് ഇതിന് മുന്നിറങ്ങിയാലേ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജിമ്മി ഒരു വർക്ക് ഹോളിക്കാനുണ്ടാവും. പാവം ജിമ്മി വന്നപ്പോൾ തൊട്ട് പണിയെടുക്കാൻ തുടങ്ങിയാണ്. രാത്രി ഫുൾ പണി, രാവിലെ എന്തൊക്കെ വേണ്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് ക്ലയൻസിനൊക്കെ വിളിച്ചിട്ട്. പക്ഷെ എന്താ പറയുക, സാധനം ടൈമിൽ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടോ ബോസ്. അപ്പോൾ ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് വീഡിയോഗ്രാഫി, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് കൊടുത്തോളൂ. ഔട്ട്പുട്ട് നമ്മൾ എത്ര സമയം കൊടുക്കും? നമ്മൾ അന്ന് രാത്രി തന്നെ കൊടുക്കും. ഇത് ഫുള്ളോ അല്ല, ഫോട്ടോ ഫുള്ള് കൊടുക്കും. അന്ന് രാത്രി നമ്മൾ ഫോട്ടോസ് ഫുൾ തന്നെ ജിമ്മിരുന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ കാണണം കേട്ടോ. രാവിലെ അതിൻ്റെ ഉള്ളിൽ നമ്മളിത് ഇരുന്ന് കാണണം. കാരണം ഇന്നലെ ടൂറിന് 3 ആൾക്കാർ ഷൂട്ട് കഴിഞ്ഞ് ഇന്നലെ 3 പിരിപ്പിച്ചില്ലേ? ഏകദേശം ഒരാളും കൂടി. അപ്പോൾ 2 ആളെയും പിരിപ്പിച്ച് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേന് 3ാമത്തെ ആൾക്കാരും പിരിപ്പിച്ചിട്ടാണ് ജിമ്മിൻ്റെ ഒരു സമാധാനത്തിലൊരു ഉറക്കുണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫിയുടെ. അപ്പോൾ ഒരു പണി എടുക്കുമ്പോൾ അത് ഫുൾ ഫിനിഷിങ്ങിൽ എടുക്കുക എന്നുള്ളത് ജിമ്മിൻ്റെ ഒരു ജോലിയാണ്. അങ്ങനെയാണ് ജിമ്മി ആ വർക്കിൽ ഏർപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു മഹത് വ്യക്തി രാവിലെ തന്നെ പർദ്ദയൊക്കെ ഇട്ടാണ് ഇഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ചോദിച്ചു, എന്താമ്മ നിങ്ങൾ രാവിലെ ഈ പർദ്ദ ഇട്ട് നിൽക്കണത് എന്തിനാന്ന് ഞാൻ ചോദിച്ചു. ഇങ്ങോട്ട് വരി, ടി വിൻ്റെ സ്ക്രീനിൽ വരಲಿ. ഇതാര് തന്നാ? മെഹർ അബായ സുന്ദരിയായില്ലേ ഇമ്മച്ചിപ്പുണ്ടല്ലോ ഈ കുട്ടികളൊക്കെ ഇമ്മച്ചി ഈ പർദ്ദ ഉണ്ടാക്കണോ ഇതുണ്ടാക്കണോ ഫസ്റ്റ് ഇമ്മച്ചിക്ക് അയച്ചു കൊടുക്കട്ടോ. പക്ഷെ എന്നൊക്കെ നല്ല ഇത് ഞാൻ ഇടുന്ന സാധാ ടൈപ്പ് പർദ്ദയല്ലല്ലോ. ഇതിന് ഇവിടെ ഒരു കല്ലൊക്കെ ഉണ്ട്. അതല്ല, അമ്മക്ക് സാധാരണ പർദ്ദന്റെ വർക്ക് എവിടെയാ കാണാൻ? ഈ കയ്യേ കാണുള്ളൂ. അല്ലാതെ അമ്മക്ക് ഇവിടെയും ഒന്നും വർക്ക് തന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മള് ആ കുട്ടി തന്നപ്പോ ഞാൻ ആദ്യം വേണ്ട കൊറേ പറഞ്ഞതാ, എന്നിട്ട് അയച്ചു. വേണ്ടെന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും പിന്നെ ഇത് കൈ നീട്ടി തന്നപ്പോ സ്വീകരിച്ചു. കളറ് രസമുണ്ട്, പിന്നെ സുഖമുണ്ട്, നല്ല കംഫർട്ട് ഉണ്ട്, കംഫർട്ടബിൾ ആയിട്ടുള്ള പർദ്ദ. അപ്പൊ അവളെ പേരെന്താ? മെഹർ അബായ. അപ്പൊ മെഹർ അബായാണ് കൊടുത്തിട്ടോ. ഇവലൊക്കെ ഇരുന്നിട്ടോ ചേച്ചോ. അഫീഫൊക്കെ പേര് വേണ്ടിട്ടോ. അഫീഫ് നല്ല തീറ്റല്ലേ, കഴിക്കണ്ടേ? പോരൂ കേട്ടോ. അപ്പോൾ അസീബ് കണ്ണൂരിൽ നിന്നും നമ്മളെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. അസീബിൻ്റെ വരവേനി കോമഡി കേട്ടോ. മിഞ്ഞാന്ന് AKG കോളേജിൽ പരിപാടി കഴിഞ്ഞപ്പം അന്ന് ഇല്ലല്ലോ, AKG കോളേജിൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അസീബിനോട് ഞാൻ മനേജ് നമ്മളെ പിന്നാലെ നമുക്കൊരു ചായ കുടിച്ചിട്ട് വിരിയാറുണ്ട്. അങ്ങനെ കണ്ണൂരിന്ന് കോമഡി ഉണ്ട്. കണ്ണൂരിന്ന് ഹൈവേ അല്ലേ, കണ്ണൂർ ഹൈവേന്ന് മാഹി വരെ ഹൈവേയിൽ ചായപ്പൊടി തപ്പി എവിടെയാ കിട്ടുക? കത്തിച്ചു വിടല്ലേ, കണ്ണൂർ എത്താനായി. മാഹിയെത്തി, കണ്ണൂരിന്ന് മാഹിയെത്തി. എന്നിട്ട് അസീബ് പറഞ്ഞേ ഇനിയില്ല ചായ നിങ്ങളെവിടെയും പോയി കുടിച്ചോളിയാറ്. അല്ലെ അസീബിനോട് അസീബ് നാളെ എന്തോരം ചോദിച്ചു. നാളെ അസീബ് കഴിക്കണം ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. മനസ്സിൽ ലഡ്ഡു പൊട്ടിയോ? അപ്പോൾ മറ്റന്നാൾ ചോദിച്ചു. മറ്റന്നാൾ ഒന്നുമില്ല, വീണ്ടും ഒരു ലഡ്ഡു പൊട്ടി. അങ്ങനെ 2 ലഡ്ഡു പൊട്ടിയ വാസിമുണ്ട്. എന്നാ വണ്ടി കയറാറാണ്. എനിക്ക് അങ്ങനെ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോകല എന്താണ് ആൾക്കാരെ പിടിച്ച് പരി കൊണ്ടുപോവാ, അവിടെ ഒരു മാസം നിർത്തുക, അതാണ് ഇവന്റെ ലഹരി. നമുക്ക് വേറെ ഡ്രഗ്സ് ഒന്നുമില്ല. ആൾക്കാരെ പിടിച്ച് പെരയെ കൊണ്ടുപോവാ, അവിടെ കൂട്ടില് അടച്ചിടുക. തിന്നാൻ നേരം ആക്കൊന്നുമില്ല, 4 നേരം തിന്നാൻ, ഗെയിം കളിച്ച PS5, കമ്പ്യൂട്ടർ, വൈഫൈ എല്ലാതും കിട്ടും, വണ്ടികള് എല്ലാം കിട്ടും. അല്ല അതെ, ഫുൾ സർവീസ് പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. എന്താമത്തേത് അപ്പൊ അസീബിനോട് അങ്ങനെ പറഞ്ഞ് വണ്ടി കയറ്റി. അസീബിനെ കൊണ്ട് ചാടിച്ചിട്ടില്ല, ഇപ്പൊ കുടിക്കും. അസീബിനെ കയറ്റി കൊടുന്ന കേട്ടോ നമ്മള്. എങ്ങനെയുണ്ട് അസീബ്? നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്തു നമ്മളെ കൂടെ? സൂപ്പർ. ഇങ്ങോട്ടുള്ള ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ജേണി. ഡാൻസർ ഇന്നലെ രാത്രി ഇപ്പൊ എന്തോ ഉണ്ടായല്ലോ, കുർത്തൻ്റെ അല്ലടാ, എന്തോ ഒരു കോമഡി പുലി വെട്ടൻ ഓൾറെഡി ഉണ്ടായി. സൽമാൻ ഒറ്റ അല്ല
ഇറങ്ങിയേ ഇന്നെന്തിനാ ഇറങ്ങിയേ അതായത് പോയി ഇരിക്കാൻ വേണ്ടി ഇരുന്നോ ഇന്നലെ രാത്രി എന്തെങ്കിലും കാട്ടിയപ്പനെ അല്ല അടിച്ചെന്തെങ്കിലും ചെയ്തോ എന്തേ കാട്ടിയേ വെള്ളത്തിൽ കിട്ടോ വെള്ളത്തേക്ക് ഇന്നലെ എന്തായാലും ഇട്ടോ എല്ലാരും കൂടി കൂട്ടിട്ട് എടാ പറഞ്ഞോളെ ക്ലിയർ ചെയ്താളെ എന്താന്ന് അറിയില്ല ആരാന്ന് അറിയില്ല എന്താ ഇമ്മച്ചി തട്ടടാതെ ഇജ്ജി ചായ പിടിച്ചോ ഓൻ ചായ പിടിച്ചോ അതിൽ വ്ളോഗ് ഉണ്ടപ്പം ഇങ്ങനെ പിടിച്ചാണ്ട് പാഞ്ഞു കേട്ടോ ഇമ്മച്ചി. അപ്പം ചായ അടിക്കാൻ ടൈമായി. ഇതാണ് ജിമ്മിന്റെ പ്ലേറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ വിഭവസമൃദ്ധമായ ജിമ്മിന്റെ പ്ലേറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാ പോകണം അറിയോ? നമ്മളെങ്ങോട്ടാ പോകണേ? ക്യാരറ്റ്, ഫ്രഷ് ക്യാരറ്റ് കൈയോടെ പറിച്ചെടുക്കാൻ പോവാണ്. മൊയിലുണ്ടോ? മൊയില് പറിച്ചെടുക്കാനാണ് മൊയില്. ഇതാ എന്റെ മൊയില്, ഞാൻ വന്നപ്പോ കണ്ടല്ലോ. എനിക്ക് ഒറ്റ മൊയിലുള്ളൂ. ഇതാണ് എന്റെ കുട്ടി മൊയില്, മൈലാരിറ്റി. മൊയിലിനെ ഇഷ്ട. അപ്പൊ എന്തായാലും സൽമാൻ്റെ ഒന്നുള്ളൂ. അപ്പൊ എന്തായാലും ജിമ്മി അല്ലേ ഒരു മുട്ട ഒന്നായിട്ട് വായിക്കെട്ടുണ്ടോ? അത് മുണങ്ങിയത് കണ്ടീനി തൊണ്ടേ കുടുങ്ങി. സ്വല്പം പാനി തേതോ. ജിമ്മിന്റെ പ്ലേറ്റിലെ മുട്ടകൾ കൊണ്ടൊരു അലങ്കാരം. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും സംഭവങ്ങളും നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അടുത്തതായിട്ട് വെല്ലിപ്പാൻ്റെ ഒപ്പമുള്ള ഫോട്ടോഷൂട്ടാട്ടോ. കിങ്കനും കുങ്കനും, കുങ്കൻ ആൻഡ് കിങ്കൻ, കുങ്കിയാനും മങ്കിയാനും വെല്ലിപ്പിന്നൊക്കെ ഉണ്ട് കേട്ടോ. റഫ് ഇട്ട് കേട്ടത് പാവം വെല്ലിപ്പ റഫ്. ഫോട്ടോ കട്ടെ ഇതൊക്കെ ജിമ്മിയുടെ ഫോട്ടോ കണ്ടല്ലോ. തീ പാറും ഫോട്ടോ ബൈ ജിമ്മി. ഇത് കേട്ടുണ്ട്. അടുത്തത് അമ്മോനും ഇമ്മച്ചിയും വെല്ലിപ്പിട്ടോ. ഇനി കുടുംബത്തിലേക്ക് വന്ന ആൾക്കാരെ ഒരു ഫോട്ടോ കേട്ടോ. ഇപ്പച്ചിൻ്റെ ഒരു ഫോട്ടോ വേണ്ട അവിടെ മതി. സെബിയാൻറ്റിനെ നിർത്തിട്ടോ. സാധനമെത്തി സെറ്റ് സെറ്റ് പുറത്ത് പോവാ. ബാബാ ഇമ്മി വരട്ടോ. ബാബാ മൊത്തം എവിടെ തട്ടിയേ? തോട്ടത്തിന്നാ ഫ്രഷിലേ? ഓ മണ്ണ് ഇതായി നിൽക്കണ ക്യാരറ്റ് ഇട്ടാ. നല്ല ഫ്രഷ് ക്യാരറ്റ്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് വെച്ചാണ്ട് ഒരു ചലഞ്ച് എടുക്കാൻ പോവാണ് ഇപ്പോൾ. ക്യാരറ്റ് ഈറ്റിംഗ് ചലഞ്ച്. ക്യാരറ്റ് ചലഞ്ചിൽ ജയിക്കണമെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ സാധനം കൊടുക്കുന്നുണ്ട്. അത് ഇന്നലെ കൊടുത്തിരിക്കണേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റ് വാഷ് ചെയ്തിട്ട് ക്യാരറ്റ് ചലഞ്ചിലേക്ക് കിടക്കാം. ഇപ്പച്ചിട്ടാ രാക്ഷസ രാജാവിനെ പോലെ ഇരുന്നുണ്ടോ? ഓക്കെ. ഡി പി ഇടാൻ ഫോട്ടോ അല്ലാന്നോ? ഇപ്പച്ചൊക്കെ ഉണ്ടല്ലോ ഡി പിക്കൊക്കെ മാറിയിട്ടാ മെല്ലെ മെല്ലെ. ഇപ്പൊ നിൽക്കണല്ലേ? എന്നാ ബാബാ എന്നാ പോരാ അയച്ചു ഇപ്പൊ വരട്ടപ്പാ ബാ. അപ്പം നമ്മളിപ്പം ക്യാരറ്റ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വരൂ. നല്ല ഫ്രഷ് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത ക്യാരറ്റ് കേട്ടോ. ASMR ക്യാരറ്റ് ക്ലീനിങ് ASMR. ചെറുതോ? ചെറുതല്ലേ?
പഴം നാളെ ചെറുതാണ് വാങ്ങി ഓൻ എന്ത് ക്യാരറ്റിലോ മിനറൽസോ നോക്കേ പിടിക്കടാ കഴിക്കാനായിട്ടില്ല ഒരു ക്യാരറ്റ് ഏറ്റവും സ്പീഡിൽ തിന്ന് തീർക്കുന്ന ആൾക്കാർക്കാണ് അതിനാ എന്നെ കൊടുക്കണത്. എല്ലാത്തിനും കുനാഫനെ കൊടുക്കണേ. അതുണ്ട് എടുത്ത ചിക്കന് തരാ. കൂളിംഗ് ഗ്ലാസ് നോക്കട്ടെ. കണ്ണടഞ്ഞു ഇല്ലേ സംഭവം. ഒരു ചാത്ത ഗ്ലാസ് ആണെങ്കിലും ഉപകാരം നടക്കുന്നുണ്ട് കേട്ടോ. അത് മതി. ബാക്കി ഒരു കെട്ടും കൂടി നിങ്ങൾ തന്നാൽ മതി ഫോട്ടോ എടുക്കാൻ. അത് ഇങ്ങനെ അടിച്ചാൽ മതി ജസ്റ്റ് വെള്ളം അടിച്ചാൽ മതി. യെസ്, ഊട്ടിയിൽ നിന്നും നമ്മൾ പറിച്ചെടുത്ത നല്ല ഫ്രഷ് ഗാർഡൻ ഫ്രഷ് ക്യാരറ്റ്. മയിൽ തീറ്റെടുക്കാട്ടോ. ഇപ്പം മയിൽ തിന്നണ ഇപ്പം ക്യാരറ്റ് തിന്നണ നല്ല രസമാവും. ചാലഞ്ച് ഉണ്ട് കേട്ടോ. ഇവിടെ വെക്കട്ടെ കേട്ടോ. ആഫിഫ് ഇത് പിടിച്ചാ വേട്ടക്കൊരു മകനായി നടക്കണ്. ഇപ്പൊ തന്നെ തിന്നല്ലേ. വിന്നേഴ്സ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. സെറ്റ്. പിന്നെ ബാക്കിയുള്ള ക്യാരറ്റ് റെഡിയാക്കി കൊണ്ട് കേട്ടോ. ആളെ ചതിക്കാം. അടിയത്തെ തിമ്മച്ചളി. മതി ഇപ്പം എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, കാണികൾ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരുന്ന ആ ചലഞ്ച് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരേ അളവിലുള്ള ഇപ്പം കറക്റ്റ് ഇത് അച്ചടിച്ച അല്ല മാറ്റണോ? വലിപ്പം നോക്കാൻ എനിക്ക് തോന്നിയല്ലോ കഴിക്കാൻ പോവാണ് ഇപ്പൊ. ഞാൻ കഴിക്കാം. പോയി നീ കഴിക്കണം. ഇവിടെ കറക്റ്റ് കുതിരയുടെ ടീമാണ്. എടുക്കല്ലേ അപ്പൊ സുഹൃത്തുക്കളെ, ഒരു ക്യാരറ്റ് പൊട്ടി. നോക്കണ്ടെന്ന് നോക്കിക്കോ. കിട്ടിയോ? എവിടെ? എടുത്ത ചെക്ക എനിക്കും കിട്ടി. അത് അടുത്തോളാം. അടക്ക്. ഞാൻ തരും എല്ലായിടത്തും മേടിക്ക് കേട്ട്. ഞാൻ തരും. ഇങ്ങോട്ട് കൊണ്ട. എൻ്റെ നടയിലുണ്ട് കൊണ്ട. ഇത് വേണ്ട. ഇതാരതാ? പൊട്ടിച്ചാണ്. ഇനി എടുക്കണ്ട, കുഴപ്പമില്ല. അത് പൊട്ടി. അഫീഫിന്റെ ഇവിടെ ഇത് മാറ്റിക്കോ. ഒന്ന് എടുത്തു. പൊട്ടിയാലും തിന്നുമ്പോ ഒരേപോലെ തന്നെയല്ലേ? എന്നാലും ഒരേപോലെ തന്നെ. നിലത്ത് രണ്ടു ചാടി കുഴപ്പമില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു ക്യാരറ്റ് തീറ്റ മത്സരം നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഫുഡ്സ് ആണ് കേട്ടോ. അവിടെ സാധനം അവിടെ ഉണ്ട്. ഇന്നലത്തെയും ഒക്കെ ഓൾ തന്നെയാണ് സ്പോൺസർ. വേറെ സ്പോൺസർ ഒന്നും ഇല്ല ഇതില്. അപ്പോൾ ഈ ഒരു മത്സരം എങ്ങനെയാണെന്ന് വെച്ചാൽ, ക്യാരറ്റ് എത്രയും പെട്ടെന്ന് തിന്ന് തീർക്കണത് ആരാണോ ഓൽക്കാണ് നമ്മൾ ദുബായ് സ്പെഷ്യൽ. ദുബായിൽ നിരവധി ഓളങ്ങൾ ഉണ്ടാക്കിയ കുനാഫ ചോക്ലേറ്റ് നാട്ടിലിറക്കിയ കമ്പനി ആയിട്ടുള്ള ഫുഡ്സ് നൽകുന്ന കുനാഫ ചോക്ലേറ്റ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോണത്. ആദ്യമായിട്ട് അതായത് തുമ്പിനെ പിടിച്ചാ ചോന്തുമ്പിട്ടാ. പെരുന്തീറ്റെന്ന് ഓർമ്മ ഉണ്ടോ? 2000 കിട്ടിയില്ല കേട്ടോ. അയച്ചോണ്ടാ. ഏത് ഷവായ തീറ്റ മത്സരം എനിക്ക് ഓർമ്മല്ല കേട്ടോ. എന്ത് ഷവായ എപ്പോ? എടാ ശ്രദ്ധിക്ക്. അപ്പൊ ഞമ്മക്ക് ഡൽഹി ആദ്യം വിജയികൾക്ക് കിട്ടാനുള്ള സാധനം ഒന്ന് കാണിച്ചു കേട്ടോ. അതൊന്ന് പിടിച്ച. ഇത് നിങ്ങളെ ഓരിയൊക്കെല്ലേ ഇവിടെ ഇനി പൊട്ടിച്ചാണ്ടല്ലോ സൽമാനെ. തലമണ്ടക്കണ് കിട്ടുട്ടോ. അപ്പൊ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് ഇതാട്ടോ.
ഫുഡ്സ് നൽകുന്ന കുനാഫ ഉണ്ടാ. കുനാഫ എന്ന് പറഞ്ഞാൽ കുനാഫൻ്റെതല്ല, ചോക്ലേറ്റ് കുനാഫ. ഇതിനെന്താ പറയടാ? എന്താ പറയാ? കുനാഫ ചോക്ലേറ്റ് അല്ല. എന്തായാലും ഞാൻ രണ്ടെണ്ണീച്ച് തരും. വെള്ളത്തിൽ നോൽക്ക് ഒന്ന് എക്സ്ട്രാ തരും. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്യാൻ പറയട്ടാ. എങ്ങനെയുണ്ട്? ഒറ്റ നോട്ടത്തിൽ എങ്ങനെയുണ്ട്? അടിപൊളി കിട്ടില്ല. പടക്കപ്പെട്ടി ഇഷ്ടപ്പെട്ടാ? ഇത് ചെറുതാണ്. ഇതേപോലെ ഇതിലെ വിജയിനെ കാത്തിരിക്കണത്, വിജയിനെ കാത്തിരിക്കണ ഈ സൽമാൻ എന്താ പറയല്ലേ? -1 വെള്ളത്തിലേക്ക് ഇരുന്ന് ഇതാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇതില് 4 വലുതിട്ട് ഏറ്റവും വേഗത്തില് തിന്ന് തീർക്കണത് ആരാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫുഡ്സിൻ്റെ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുബായിൽ വൈറലായിട്ടുള്ള അതേ സെയിം സാധനം, അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ അടുത്ത് റീസെൻ്റ്ലി ഞാൻ MRI അതുപോലെ 1-2 സൂപ്പർ മാർക്കറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയ ടൈമിൽ അവിടെ ഫ്രീസറിൽ കണ്ടിരുന്നൊരു സാധനമാണ്. അങ്ങനെ അവർ നമുക്കിത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനം. അപ്പോൾ എന്തായാലും എങ്ങനെ എന്താ മുതിർന്നവരും ഇളവരും ഒരുപോലെ ഇഷ്ടപ്പെടും. ഒന്നുമില്ല. അപ്പോൾ കോൾ വേണിക്ക്. അപ്പോൾ ചാലഞ്ച് ഇവിടെ ആരംഭിക്കണം. എല്ലാവരും ക്യാരറ്റ് ഓൺ യുവർ മാർക്ക് കൊടുക്ക്. സൽമാൻ കൊടുക്ക്. 1 2 3 കാട്ടെ പൊടി. അല്ല കൊടുക്കട്ടെ. 1 ചെറുതോ എടുത്ത് ഇത് പൊടി എനിക്ക് കിട്ടിയല്ലോ. എന്നാ ഇത് വലുപ്പം കൂടുതലുണ്ടോ? അത് കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. എൻ്റെ എവിടെ? ഇത് എനിക്ക് തന്നിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് എങ്ങനെ സാധനം കിട്ടി? അഫീഫിൻ്റെ നല്ല വലുതാ. അഫീഫിനെ ഇതാട്ടോ ഏകദേശം സെയിം വലുപ്പമുള്ള ഒരു സാധനം റെഡിയാക്കുന്നുണ്ട്. അവിടെ കേൾക്കട്ടെ. ഇത് മണ്ണിൽ നിന്ന് ഡയറക്റ്റ് പറിച്ചെടുത്ത ഫ്രഷ് ക്യാരറ്റാട്ടോ. മിച്ച ആ ഫോണൊന്നും എടുക്കുവോ? എന്നാ ഒന്ന് സൈലന്റ് ആക്കിയാൽ മതി. ആ കട്ടായി. റൂൾസ് പറഞ്ഞാൽ എന്തൊക്കെയാ വെച്ചാല് ഫുള്ള് കഴിച്ച് കഴിയണം, ഇറക്കി കഴിയണം. അതില്ല കഴിഞ്ഞു പറയാൻ പറ്റില്ല. ഫുള്ള് ഇറക്കി കഴിഞ്ഞ് ഏറ്റവും ആദ്യം നാവ് പുറത്തേക്ക് ഇട്ട് ഫുൾ ക്ലിയർ ആക്കുന്ന ടീമിനാണ് നമ്മൾ എന്ത് കൊടുക്കാൻ പോണത്? കുനാഫ ചോക്ലേറ്റ്. അപ്പോൾ സാധനം ഇവിടെ റെഡി ആണ് കേട്ടോ. 1 ഇവിടെ കാണിക്കട്ടെ. 2 അല്ല ഇത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെങ്കിൽ വെൽത് കിട്ടിയ വിന്നേഴ്സിനാണ് ഇത്. പങ്കെടുക്കാത്തവർക്ക് കിട്ടിയതാണ് ചെറുത്. വിജയിക്കാത്തവർക്ക് വിജയിക്കണവർക്ക് ഇത് കേട്ടോ. കുറച്ച് അത് കറക്റ്റ്. തോടെ ഒഴിവാക്കിയത് അത്. ഇതിന്റെ മേലെ ഭാഗം ഒഴിവാക്കിട്ടോ. തോടെ ഒഴിവാക്കി. അഫീഫാണ് ഏറ്റവും പാകം. അതിൽ സത്യസന്ധതയോടെ തോട ഒഴിവാക്കി അഫീഫാണ്. ഇപ്പോഴും തോട അവിടെ ബാക്കിയാ, ഒഴിവായി പോയിട്ടില്ല. മൂഡ്. അപ്പോൾ അത്ലറ്റ്സ് ഓൺ യുവർ മാർക്ക് എങ്ങനെ പിടിച്ചാണോ? അത്ലറ്റ്സ് ഓൺ യുവർ മാർക്ക്. സെറ്റ് പി. ഇങ്ങനെ ആസ്വദിച്ചാൽ കഴിയൂല കേട്ടോ. എടാ ഫസ്റ്റ് തിന്നവൽക്കാ കിട്ടിയ അങ്ങനെ എന്തൊരു ഇതില്ലാത്ത ഇതൊന്ന് കുറച്ച് ഇത് ഇറങ്ങണ്ടേ? എന്തേ ഇതൊക്കെ ഇപ്പൊ പേരും തിരിയാൻ പാടില്ല. പിന്നെ മൊയലാണ്. ഇപ്പൊ മൊയൽ പോലെ തിന്നു. ഫുള്ള് തൊണ്ണിലെടുത്ത ചെക്കാ. എന്തായാലും പല്ല് പുറത്തേക്ക് കേടിയോ? അപ്പൊ നമ്മുടെ മത്സരാർത്ഥികൾ ആവേശത്തോടെ ഓരോ ക്യാരറ്റും ഞൊം 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 പറഞ്ഞ് തിന്നുകയാണ്.
മത്സരം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്നു. ഓരോരുത്തരും വളരെ ഫാസ്റ്റ് ആയിട്ട് അടുത്തു തന്നെ നമുക്ക് കാണാം. നോക്കട്ടെ കേട്ടോ. പല്ലതിൻ്റെ ഒപ്പം കുടുങ്ങി ഉള്ളിൽ പോയിക്കോ നോക്ക്. കഴിഞ്ഞോ? എടാ ഇതാ വിന്നർ. നമുക്കിതാ നമ്മുടെ വിന്നർ റെഡി ആവുകയാണ്. ജിമ്മിന്റെ അടുത്ത് ഇനി ഒരു പൊട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അത് തൊണ്ടല്ലേ? അപ്പൊ ജിമ്മി ലാസ്റ്റ് പീസ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അഫീഫും ജിമ്മിയും തമ്മിലുള്ള വൻ മത്സരം ലാസ്റ്റ് ലാപ്പിലൊക്കെ എത്തുമ്പോൾ ക്യാരറ്റ് കയ്യില്ലാതെ ഇതാ പടച്ചോരെ എത്തിയോ? അതൊക്കെ ആദ്യം നാവ് പുറത്തേക്കിടണം. ആദ്യം നാവ് പുറത്തേക്കിടണം. 1 2 എത്രാമത്? 4ാമത്. എന്തേ ഇവിടെ എടുത്തിട്ടില്ലേ? കൊറേ ഇംപ്ലാന്റുകളുണ്ടോ? ഇംപ്ലാന്റ് മൊത്തം പരിഞ്ഞാണ്ട് ഫുള്ളായില്ല. ഇജ്ജ് മെല്ലെ തിന്നാ മതി. എനിക്ക് എന്തായാലും പരിഗണന. അപ്പോ നമ്മുടെ വിന്നറിന് നമ്മളിതാ ഫുഡ്സ് കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ് സമ്മാനമായിട്ട്. തുറക്കൂ. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു കഷ്ടം കൂടി ഉണ്ട്. അപ്പൊ ജിമ്മി അടിയിൽ തൊണ്ടി കെട്ടി സത്യസന്ധത പുലർത്തിട്ടോ ഒരു പൊട്ടെടുത്തിട്ട് ഇങ്ങനെ നല്ല കടൽ കഴിഞ്ഞില്ലല്ലേ? സത്യസന്ധതക്ക് ഒരു സമ്മാനം എന്താ? സത്യസന്ധത വെളിപ്പെടുത്തിയതിന് കാരണം ഇതാണ് ഇന്നത്തെ ആദ്യം വീഡിയോന് മുന്നിൽ വന്നാരാ ജിമ്മി. അപ്പോൾ ജിമ്മിക്ക് ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് സത്യവും സനാതന ധർമ്മങ്ങളും മൂല്യങ്ങളൊക്കെ. വാല്യൂസും തീരെ പ്രസക്തി ഇല്ല. അപ്പോൾ അത് അവസാനമെങ്കിലും സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കായിരുന്നു. ബാക്കിൽ കുറെ കള്ളന്മാരുണ്ട്, ഞാൻ കണ്ടതുമില്ല. ഏതായാലും ആദ്യം അത് പ്രഖ്യാപിച്ചതിന് ഈ സത്യസന്ധത എന്നും നിലനിർത്താൻ സത്യസന്ധതക്ക് ഒരു വലിയ പഠനം കൊടുക്കുന്ന എന്നായിക്കോട്ടെ. ചെറുതെടുത്ത് വെച്ചിട്ട് സത്യസന്ധതക്ക് ട്രോഫിയിൽ അറിയില്ല. ആദ്യം കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് ഇത് അങ്ങനെ തന്നെ വായിക്കാം. അപ്പൊ ഓരോരുത്തർക്കും എല്ലാവരും ഇരിക്കും. സീറ്റിലിരുന്നാൽ എല്ലാവർക്കും കിട്ടും കേട്ടോ. സീറ്റിലിരുന്നാൽ എല്ലാവർക്കും കിട്ടും. തുറക്കൂ അഫീഫ്, തുറക്കൂ. പാക്കിംഗ് ഇഷ്ടപ്പെട്ടോ? പാക്കിംഗ് ഇഷ്ടപ്പെട്ടു. നല്ല പാക്കിംഗ്, നല്ല വലിയ ബാറാട്ടോ. ചെറിയ തിൻ ലെയർ കൊണ്ട് ഉണ്ടാക്കിയ ബാറൊന്നുമല്ല. വലിയ എത്രത്തോളം കട്ടിയുള്ള കുനാഫ ചോക്ലേറ്റ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. തിന്നല്ലിട്ടോ, തിന്നല്ലി. ഞാൻ തരുവേ. ഇതാ കണ്ടോളൂ, ഇതാ. ഓ മെല്ലെ മെല്ലെ മെല്ലെ. അപ്പൊ ഇതാണ് നമ്മളെ കുനാഫ ചോക്ലേറ്റ് ഇട്ടാ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ സൗണ്ട് ആക്കരുത്. ഇത് ഫസ്റ്റ് ബൈറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഇത്രത്തോളം കട്ടിയിലാണ്. ഇതൊരു കടി അടിച്ചിരുന്ന അപ്പൊ ഇതട്ടോ ഫില്ലിംഗ് ഒക്കെ കണ്ടോളി. സ്വിമ്മിംഗ് പൂൾ ടീമിന് ഇപ്പൊ തരേ. സൂപ്പർ ഫില്ലിംഗ് ആണ് വരുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ദിമൻ തന്നെ എടുത്തോ, ദിമൻ തന്നെ എടുത്തോ. കഴിച്ചോക്ക്. ഒരുത്തരും കൊടുക്കട്ടെ. ഒരു പീസ് കഴിക്കൂ. കഴിച്ചോക്ക്. പൊട്ടിച്ച് ഞാൻ ഒരു പൊട്ടിക്കട്ടെ.
അടിപൊളി. കൊഞ്ചട്ടോ. മധുരേഷ് മമ്പാട്ടുമൂല റിവ്യൂ പറയാൻ. ഇല്ലല്ലോ നമ്മൾ റോൻ്റെ ആളാ. കറക്റ്റ് സാധനല്ലേ? ഓവർ കുത്തലും പരിപാടിയൊന്നും ഇല്ലല്ലോ. നല്ല കട്ടിങ് കാണുമല്ലേ? ഹലോ ആരാ? ഹലോ സെറ്റാ സെറ്റാ കൊണ്ട ആവശ്യം കൈ പിടിച്ചിട്ട് ബൈക്ക് മാത്രം ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ഓ ഇനി ക്യാമറ വാങ്ങിച്ചോ. നല്ല കടി അടിച്ചോ? സെറ്റല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഫൂ ഫുഡ്സിന്റെ കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് ഇട്ടാ. അപ്പം ഷുഗർ ലെവലൊക്കെ എന്തായാലും കണ്ടിരിക്കുക കേട്ടോ. ഡാഡിക്കും കൊടുക്ക റബ്ബേ. കഴിച്ചോക്കി. മയക്കൊന്നില്ല. നല്ല പെരി പെരി സാധനം. അടിപൊളിയല്ലേ? പെരി പെരി പറഞ്ഞ അതിന്റെ മുറുമുറുപ്പിനാണ് ടപ്പിച്ച് പറഞ്ഞത്. ആണോ? മതിയോ? അപ്പൊ സുഹൃത്തുക്കളെ, കുനാഫ ചോക്ലേറ്റ് ഇനി നമ്മുടെ ഇന്നലത്തെ പൂൾ വിന്നറായ സൽമാന് പൂളിൽ 4 മണി വരെ ഇരുന്നു. കുനാഫ ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പൂളിൽ 4 മണി വരെ ഇരുന്ന സൽമാനും ചോക്ലേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം ഒരുപാട് ആൾക്കാർ അയ്യടാ അതിനെക്കുറിച്ചൊന്ന് പറയട്ടെ. അപ്പോൾ ഈ ഒരു സാധനം ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ മെയ്ഡിൽ, അതായത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു കുനാഫ ചോക്ലേറ്റ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. ഇതിന്റെ പേര് വയ്ക്കാൻ കുനാഫ പിസ്താച്ചിയോ വിത്ത് ചോക്ലേറ്റ് 240G. ഓക്കെ. അപ്പോൾ പല സൈസിൽ സാധനം അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്മോളാണ്, ഇതിൽ ഫുള്ള് ഇതിൻ്റെ കുഞ്ഞാട്ടോ. ഈ സാധനങ്ങൾ ഫുള്ള് ഇതിൻ്റെ കുഞ്ഞു സൈസിലുള്ളതാണ്, കുട്ടികൾക്കൊക്കെ പറ്റിയ സൈസിലുള്ളതാണ്. ഇത് വലിയവർക്ക്. ഈ ഒരു സാധനം നമ്മളെ മെയിനായിട്ടുള്ള ഷോപ്സിലും കാര്യങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിലൊക്കെ കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ എല്ലായിടത്തും സംഭവം അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഡെലിവറിയും കാര്യങ്ങളും അതും അവൈലബിൾ ആണ്. പിന്നെ പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്ത് അപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് സാധനം എത്തുന്നതാണ്. അപ്പോൾ ഫൂ ഫുഡ്സിൻ്റെ കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്തിട്ടാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അവിടെ ഓൾതല്ലേ ഇമെയിൽ ഫൂ ഫുഡ്സ് ഇതുണ്ട്, ഞാൻ തന്നെ കൊടുക്കും. നമുക്ക് തന്നെ വെബ്സൈറ്റ് തന്നെ ഡിസ്ക്രിപ്ഷനിൽ തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം സൽമാനാണ്. ഒരു ചെറുപുഞ്ചിരി ഇന്നലെ ഇതൾ മാറി വീണൊരു പാതയിൽ ഹൃദയം കാൽപ്പാടുകൾ വീണ്ടും. ഈ സൽമാൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ എല്ലാവരും ആ ഫീൽ എടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നുമല്ല, ഇത് ഇതേപോലെ ജിമ്മിനെ കൊണ്ട് സൈസാക്കി പിടിച്ചെടുക്കണാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഫോട്ടോടെ നടു ചുളുങ്ങിയായിരുന്നു, ഇവിടെ ചുളുങ്ങിയായിരുന്നു ഇവിടെ. ജേഴ്സിയോ? പക്ഷെ നല്ല രസമല്ലേ ഫോട്ടോ? അത് ചുളുങ്ങിയായിരുന്നില്ലേ? സൽമാന്റെ പ്രശ്നമുണ്ട്. എല്ലാവരും റെഡിയായി, നമുക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങണം. അപ്പം ഇന്നലെ ഒരു തിന്നിടുന്നതിൻ്റെ വേസ്റ്റ് മൊത്തം എന്ത് ചെയ്തു, പോകാൻ നേരത്തെ കവറിലാക്കി എടുത്തിട്ടാ വേസ്റ്റിലിടാൻ വേണ്ടിയിട്ട്. സോ കീപ് ദ പ്രോപ്പർട്ടി ക്ലീൻ ഓൾവേസ്. ചെടിയും പൊറുക്കുണ്ടോ അതിൻ്റെ ഇടയിൽ? സംഭവങ്ങളൊക്കെ എടുത്തു. അത് മനസ്സിലായി, നമ്മൾ എടുത്തതാണ്, നമ്മൾ ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞതാ. ഇതെന്താ ചെടി എടുക്കണ്ടോ നീ? ചെടിൻ്റെ വിത്ത് 1-2 പൊറുക്കുന്നുണ്ട്. ഊട്ടിയിലുണ്ടാവുന്ന ചെടിന് 1-2 വിത്ത് കൊടുക്കുന്നുണ്ട്. ലീഫ് ആഡ്സ് അവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്.